ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LKG, UKG, 1ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നീ 2 കൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ. ദിസ് ആൻഡ് ദാറ്റ്. ദിസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു വസ്തുവിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു പെൻ ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ പെൻ, ദിസ് ഈസ് എ ബുക്ക്. അപ്പോൾ അടുത്തുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ദിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഇനി ദാറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് ദൂരെയുള്ള ഒരു വസ്തു. ദാറ്റ് ഈസ് എ ട്രീ. കുറച്ച് ദൂരെയാണ് ആ വസ്തു ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ദാറ്റ് ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം കുട്ടിയുടെ വളരെ അടുത്താണ് ഡോൾ ഉള്ളത്. അപ്പോൾ ദിസ് ഈസ് എ ഡോൾ. അപ്പോൾ ഈ ബോൾ എവിടെയാണുള്ളത്? ഈ ബോൾ കുട്ടിയുടെ കുറച്ച് ദൂരെയല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് എ ബോൾ. ഇനി അടുത്തത് ദിസ് ഈസ് എ കാർ. കാർ അടുത്തല്ലേ ഉള്ളത്. ഇനി ദൂരെയുള്ളതിന് ദാറ്റ് ഈസ് എ വാൻ. ഈ വാൻ കുറച്ച് ദൂരെയല്ലേ ഉള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് എ വാൻ. ഇനി ദിസ് ഈസ് എ ബോക്സ്. ദാറ്റ് ഈസ് എ ബാഗ്. ദിസ് ഈസ് എ റാബിറ്റ് ആൻഡ് ദാറ്റ് ഈസ് എ ഡിയർ. ദിസ് ഈസ് എ ഫ്ലവർ ആൻഡ് ദാറ്റ് ഈസ് എ ട്രീ. ഇതുപോലെ മറ്റ് എക്സാമ്പിൾസ് നമുക്ക് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് അത് ഫിൽ ചെയ്യാൻ വേണ്ടി പറയാം. അടുത്തുള്ളതിനെ ദിസ് എന്നും ദൂരെയുള്ളതിനെ ദാറ്റ് എന്നും ഫിൽ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വേർഡ്സ് ആണ് ദീസ് ആൻഡ് ദോസ്. നമ്മുടെ അടുത്തുള്ള പക്ഷേ ഒന്നിൽ കൂടുതലുള്ള സാധനങ്ങൾ. ഇപ്പം നമ്മുടെ അടുത്ത് ഒന്നിൽ കൂടുതൽ പെന്നുകളുണ്ട് അല്ലെ ബുക്കുകളുണ്ട്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ദീസ്. ദീസ് ആർ ബുക്സ്. പ്ലൂരൽ ഫോമിനെ, നിയർ ബൈ ഉള്ള പ്ലൂരൽ ഫോമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദീസ്. എന്നാൽ ദൂരെയുള്ള എന്നാൽ കുറച്ചധികമുള്ള സാധനങ്ങളെ പ്ലൂരൽ ഫോമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ദോസ്. ദൂരെ ഇപ്പോൾ കുറേ മരങ്ങളുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പറയാം നമുക്ക്? ദോസ് ആർ ട്രീസ്. ദിസ് ആൻഡ് ദാറ്റ് സിംഗിൾ ഫോമിനെ സൂചിപ്പിക്കുമ്പോൾ ദീസ് ആൻഡ് ദോസ് എന്നത് പ്ലൂരലാണ്. പ്ലൂരൽ എന്ന് പറയുമ്പോൾ കുറച്ചധികമുള്ളത്, ഒന്നിൽ കൂടുതലുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇതാ, ഈ കുരങ്ങൻ്റെ കയ്യിൽ എത്ര ബനാനാസ് ഉണ്ട്? ഒരു ബനാനയല്ലല്ലോ. ഒരു ബനാനയാണെങ്കിൽ നമുക്ക് ദിസ് ഈസ് എ ബനാന എന്ന് പറയാം. പക്ഷേ ഇതിൽ കുറേ ബനാനാസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് പറയും? ദീസ് ആർ ബനാനാസ്. അതുപോലെ ഈ മരത്തിൽ നോക്കിയേ, ഒരു മാംഗോ ആണുള്ളത്? അല്ല. ഒരു മാംഗോ ആണെങ്കിൽ നമുക്ക് ദിസ് ഈസ് എ മാംഗോ എന്ന് പറയാം. എന്നാൽ ഇവിടെ ഒന്നിലധികം മാംഗോ ഉള്ളത് കൊണ്ട് ദീസ് ആർ മാംഗോസ്. ഇനി ഇത് നോക്കിയേ, ഒന്നിലധികം ആപ്പിൾസ് ഉണ്ടല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും? ദീസ് ആർ ആപ്പിൾസ്. ഇനി ദോസ് ആർ ഓറഞ്ചസ്. ഇത് കുറച്ച് ദൂരെയാണുള്ളതല്ലേ. അപ്പം നമ്മൾ ദീസ് എന്നല്ലല്ലോ പറയേണ്ടത്, ദോസ് എന്നാണ്. ദോസ് ആർ ഓറഞ്ചസ്. ഇനി നമ്മുടെ അടുത്ത് 3 കേക്ക് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും? ദീസ് ആർ കേക്ക്സ്. കുറച്ച് ദൂരെയാണ് ബിസ്ക്കറ്റ്സ് ഉള്ളത്. അപ്പോൾ ദോസ് ആർ ബിസ്ക്കറ്റ്സ്. ഇനി അടുത്തുള്ള പെൻസിൽ, ദീസ് ആർ പെൻസിൽസ്. ദോസ് ആർ ബുക്സ്. ദീസ് ആർ കപ്സ്. ദോസ് ആർ പ്ലേറ്റ്സ്. കുറച്ച് ദൂരെയാണുള്ളത് അല്ലേ. അപ്പോൾ ദോസ്. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് നോക്കാം. അടുത്താണ് അംബ്രല്ലാസ് ഉള്ളത്. അപ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത് ഇവിടെ? യെസ്, ദീസ് ആർ അംബ്രല്ലാസ്. ഇനി കുറച്ച് ദൂരെയാണ് കാർസ് ഉള്ളത്. അപ്പോൾ എന്ത് പറയണം? യെസ്, ദോസ് ആർ കാർസ്.
These are ants. Those are elephants. These are bees. Those are flowers. These are mangoes. Those are pineapples. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക? ദൂരെയാണുള്ളതല്ലേ? ഒന്നോ ഒന്നിൽ കൂടുതലോ? അതെ, ഒന്ന്. അപ്പോൾ ഒന്നാവുമ്പോൾ നമ്മൾ ദൂരെയുള്ള ഒന്നിന് നമ്മൾ എന്താ പറയുക? ദാറ്റ് ഈസ് എ ബോൾ. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ദൂരെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ദോസ് ആർ ബോൾസ്. ദാറ്റ് ഈസ് എ ബോൾ. ദോസ് ആർ ബോൾസ്. That is a bird. Those are birds. That is a monkey. Those are monkeys. That is a car. Those are cars. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. അടുത്താണ് ഫ്ലവർ ഉള്ളത്, ഒരു ഫ്ലവറേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് എ ഫ്ലവർ. ദീസ് ആർ ഫ്ലവേഴ്സ്. അടുത്ത് കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ദീസ് ആർ ഫ്ലവേഴ്സ്. ദിസ് ഈസ് എ റാബിറ്റ്. ദീസ് ആർ റാബിറ്റ്സ്. ദിസ് ഈസ് എ ബോയ്. ദീസ് ആർ ബോയ്സ്. ദിസ് ഈസ് എ ബുക്ക്. ദീസ് ആർ ബുക്സ്. അപ്പോൾ ദിസിൻ്റെയും ദാറ്റിൻ്റെയും ദീസിൻ്റെയും ദോസിൻ്റെയും ഒക്കെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ഗ്രാമറുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.